കുവൈറ്റിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ മധുര വിതരണം നടത്തിയ ഇന്ത്യക്കാരെ കുവൈറ്റിലെ കമ്പനികൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി റിപ്പോർട്ട്. 9 ഇന്ത്യക്കാരെയാണ് കുവൈറ്റ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് നാട്ടിലേക്ക് കയറ്റി അയച്ചത്. കുവൈറ്റിലെ 2 കമ്പനികളിലായി ജോലി ചെയ്തിരുന്നവരായിരുന്നു ഇവർ. തിങ്കളാഴ്ചയായിരുന്നു ഇവർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മധുര വിതരണം നടത്തിയത്. അന്ന് രാത്രി തന്നെ 9 പേരെയും ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു എന്നാണ് വിവരം. ഇവർക്കെതിരെ അച്ചടക്ക നടപടിയാണ് സ്വീകരിച്ചതെന്നാണ് കമ്പനികൾ നൽകുന്ന വിശദീകരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇന്ത്യയിലും വിദേശത്തും ഒരു വിഭാഗം ആൾക്കാർ വലിയ ആവേശത്തോടെയായിരുന്നു ആഘോഷിച്ചത്. ഇതിനിടയിലാണ് കുവൈറ്റിലെ സംഭവ വികാസം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലായിരുന്നു രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. RSS സർസംഘ് ചാലക് മോഹൻ ഭഗവത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, രാമക്ഷേത്ര ട്രസ്റ്റ് മേധാവി മഹന്ത് നൃത്യഗോപാൽ ദാസ്, കാശിയിലെ മുഖ്യ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇന്നലെയാണ് വിശ്വാസികൾക്കായി രാമക്ഷേത്രം തുറന്നുകൊടുത്തത്. രാവിലെ 7 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 7 വരെയും വിശ്വാസികൾക്ക് ക്ഷേത്ര ദർശനം നടത്താം. മൈസൂർ ആസ്ഥാനമായുള്ള ശില്പിയായ അരുൺ യോഗിരാജാണ് വിഗ്രഹം രൂപകൽപ്പന ചെയ്തത്. 51 ഇഞ്ച് ഉയരമുള്ള 5 വയസ്സുള്ള രാമന്റെ വിഗ്രഹമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ട 8000-ഓളം വിശിഷ്ടാതിഥികളെ സാക്ഷിയാക്കിയായിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. ഉത്തരേന്ത്യൻ നഗരശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ 392 തൂണുകളിലും 44 വാതിലുകളിലും ദേവീദേവന്മാരുടെ കൊത്തുപണികളുണ്ട്. രാമക്ഷേത്രത്തിന് 380 അടി നീളവും 250 അടി വീതിയും 161 അടി ഉയരവുമാണുള്ളത്. കൂടാതെ നൃത്യമണ്ഡപം, രംഗമണ്ഡപം, സഭാമണ്ഡപം, പ്രാർത്ഥനാ മണ്ഡപം, കീർത്തനാ മണ്ഡപം എന്നിങ്ങനെ ആകെ 5 മണ്ഡപങ്ങളും ക്ഷേത്രത്തിലുണ്ട്.